അപ്പം നമ്മൾ ജിമ്മൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴാണ് ഇവിടെ നമ്മൾ താറൊക്കെ കണ്ടത്. അപ്പോൾ പാവം തോന്നുന്നു, കുറേ കാലമായി നമ്മൾ താറൊക്കെ എടുത്തിട്ട്. പുതിയ താറെടുക്കാൻ പൈസയില്ല. അപ്പോൾ നമ്മൾ ബെന്നി അണ്ണൻ്റെ അടുത്തൊന്ന് മോഡിഫൈ ചെയ്ത് തരുമോയെന്ന് ചോദിക്കാം. പിന്നെ നമുക്ക് നേരെ ബെന്നി അണ്ണൻ്റെ ഷോപ്പിലേക്ക് ഒന്ന് പോകട്ടോ. കണ്ട നമ്മൾ താറ് പഴയ താറാണ്. ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കണം. ഇതൊക്കെ മോഡിഫൈ ചെയ്തെടുത്ത സീന് വേറെ ലെവലാവും. അപ്പം ഇനി ഒന്നും നോക്കണ്ട, നേരെ നമുക്ക് ബെന്നി ഷോപ്പിൽ കൂടെ അങ്ങനെ ബെന്നി അണ്ണൻ്റെ ഷോപ്പിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ എത്തിയിട്ടാണ് കാണാം. അങ്ങനെ ബെന്നി അണ്ണൻ്റെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഏതായാലും ഇവിടെ ഇറങ്ങിയാൽ ബെന്നി അണ്ണനൊന്നുമില്ല കേട്ടോ. നമുക്ക് ബെന്നി അണ്ണനെ ഒന്ന് വിളിച്ചോക്കട്ടോ. എന്തിപ്പോൾ ബെന്നി അണ്ണൻ ഷോപ്പിൽ ഇറങ്ങുന്നത്? ബെന്നി അണ്ണനെ വിളിക്കട്ടെ. ചെറിയ കട്ടായി. ഗൈസ് ബെന്നി അണ്ണൻ്റെ അടുത്ത് പറഞ്ഞു നാളെ വാ, അപ്പം തന്നെ താറൊക്കെ മോഡിഫൈ ചെയ്ത് വെക്കാൻ പോയിട്ട് നാളെ വരട്ടോ. ഇങ്ങനെ ഒരു ദിവസമായിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഡ്രോൺ ബൈക്കിന് നമ്മളെ ഫ്രണ്ട് ഉണ്ടായിക്കോളും. പിന്നെ നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഉള്ളിക്കൊന്ന് കയറി വെക്കാൻ. ഇവിടെ താറെടുത്തു. നമുക്ക് ബെന്നി അണ്ണനെ വിളിച്ചു നോക്കാം. ഇവിടെ താറില്ല എന്ന് പറയട്ടോ. ബെന്നി അണ്ണൻ ഇവിടെ താറില്ല. ബെന്നി അണ്ണൻ പറഞ്ഞത് കൺതുറന്ന് മേലക്ക് നോക്കാനായിട്ട് പറഞ്ഞത്. മേലിട്ടോ താറിൽ. നമുക്കൊന്ന് മേലക്ക് പോയേക്കാം. അങ്ങനെ മേലക്ക് പോകട്ടോ. മണ്ടട്ടെ, നമ്മളെ വണ്ടി ഇപ്പം എന്താകും കാണാൻ വയ്യ. രണ്ട് താറ് സീനായി മോഡിഫൈ ചെയ്ത് വെച്ചിട്ട് ഒന്ന് വിളിച്ചേക്കാം. എന്ത് സംഭവം? അങ്ങനെ വിളിച്ചു നോക്കിയപ്പോൾ പിന്നെയാണ് പറഞ്ഞത് ഇതിൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് അന്നൊരു ഡ്രോൺ ബൈക്ക് ഗിഫ്റ്റ് എന്നത് ഓർമ്മ ഉണ്ടോ? അത്രയും വിലയില്ല. എൻ്റെ പകരം ഞാൻ എനിക്ക് 2 താറ് തന്നിക്കാണ്. ഞാനിതെന്താ കാട്ടുതന്നെ? 2 താറ് എങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറക്കുക? അതൊരു താറൊന്ന് പുറത്തേക്ക് ഇറക്കട്ടെ. പിന്നെ ഡ്രോൺ ബൈക്ക് കൊണ്ടേക്കാൻ വേറെ ഫ്രണ്ട്, അടുത്ത താറ് കൊണ്ടേക്കാനും വേറെ ഫ്രണ്ട്. കൊടുന്നപ്പോൾ തന്നെ അപകടം. പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല. താഴത്തേക്ക് ഇറക്കട്ടെ. അങ്ങനെ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ഡോറെടുത്തോ? ഇത് ഞാൻ നോർത്ത് നോക്കിയപ്പോൾ ഡോറുണ്ടായിരുന്നല്ലോ. ഡോറ് പൊളിഞ്ഞോ? ബെന്നി അണ്ണനെ വിളിച്ചു നോക്കാം. ബെന്നി അണ്ണ ഡോറ് പൊളിഞ്ഞോ? ബെന്നി അണ്ണ പറഞ്ഞത് അതിനാണക്ക് തന്നെ ചെറിയൊരു പ്രാങ്കാണ്. എൻ്റെ ഉള്ളിലൊരു സ്വിച്ച് ഉണ്ടായി നോക്കി ഇങ്ങനെ ഓട്ടോമാറ്റിക് ഡോർ ഇട്ടത് അടിപൊളി വണ്ടിയായിരുന്നോട്ടെ പറഞ്ഞു. നമുക്കൊന്ന് നോക്കി നോക്കാം. ഉള്ളിൽ കയറാം. ഞാൻ അവിടെ നിന്ന് വണ്ടി നേരെ ദിശ മാറ്റിട്ടോ. സ്വിച്ച് മേൽ നോക്കി ഇങ്ങനെ ഇറങ്ങിയേക്കാം. ഡോറൊക്കെ വന്നു കേട്ടോ ഗൈസ്. ഡോറൊക്കെ വന്നു. ഇനി അടുത്ത വണ്ടിയും കൂടി ഒന്ന് പുറത്തേക്ക് ഇറക്കാൻ പോകാം. അങ്ങനെ അടുത്ത താറ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഡ്രോൺ ബൈക്കും ആദ്യം ഈ ഫ്രണ്ടിനെ വിളിക്കാം. അപ്പോൾ ആ ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ ആ ഫ്രണ്ട് പറഞ്ഞ ഡ്രോൺ ബൈക്ക് ഉണ്ടാക്കാം. അടുത്തത് ഈ ഫ്രണ്ടിനെ വിളിച്ച് നോക്കാം. ആ ഫ്രണ്ടും പറഞ്ഞ് വേറെ താറുണ്ടാകാൻ. അപ്പം ഞാനൊരു താറ് കൊണ്ടാക്കുകയാണ്. അപ്പോൾ 6 ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണല്ലോ. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.